ഹലോ, എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ബസ് പോയി പിള്ളേരെ. ഞാൻ വലിയ കാര്യത്തിൽ 2:05 ബസ്സിന് വരണമെന്ന് വെച്ചാൽ വലിയ കാര്യത്തിൽ ഞാൻ ഒരുങ്ങി. 2 മണിയാകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് ഓർത്ത് ഞാൻ അവിടെ നിന്ന് കേട്ടോ. നോക്കുമ്പോഴുണ്ട് 2 മണിക്കത്തെ ബസ് പോകുന്നു. 2:05 ബസ് 2 മണിയായപ്പോൾ പോകുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിനും ബസ് ലേറ്റായിട്ടേ വരത്തുള്ളൂ. അവിടുന്ന് ഞാൻ ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ബസ് സ്റ്റോപ്പിലോട്ട് വരാറായപ്പോൾ ഉണ്ട് അടുത്ത ബസ്സും വിട്ടങ്ങ് പോയി. എന്താ കഷ്ടമെന്ന് പറ. സാരമില്ല, ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കാം. ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കാം. ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കാം. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കും. അറിയോ, ഇവിടെ മഴയായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ബസ്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അടുത്ത ബസ്സിന് എത്ര മണിക്ക് വരുമെന്ന് അറിയത്തില്ല. പിള്ളേരെ എത്ര മണിക്ക് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും കുഴപ്പമില്ല, വരും. ഒരു 15 മിനിറ്റിനുള്ളിൽ എത്തുമെന്നുള്ള പ്രതീക്ഷ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒരു 15 മിനിറ്റിനുള്ളിൽ ബസ് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ദാഹം വരും. ചായ കുടിക്കാനുള്ള മോഹം വരും. മോഹം. ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങാണ്. ഞങ്ങളെല്ലാം അവിടെ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ കാണുന്നത് ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങാണ്. കണ്ടോ, ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്. ബസ് തന്നൊരു പണിയേ ഇന്നെൻ്റെ ബസ് തന്നൊരു പണി. എൻ്റെ ദൈവം തമ്പുരാനെ, ഇങ്ങനെയും ബസ് ചതിക്കുമോ? ബസ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ കുറ്റം പറഞ്ഞാൽ മതിയല്ലേ. അയ്യോ, ബസ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഇതേമേ അടുത്ത ബസ് പെട്ടെന്ന് ഭയങ്കര വെയിൽ കേട്ടോ. രാവിലെ നല്ല മഴയായിരുന്നു. ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ അതാ നല്ല വെയിൽ, ഭയങ്കര വെയിൽ, നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ. എൻ്റെ ബസ്സേ നീ വരൂ ബസ്സേ. ഞാൻ അവിടോട്ട് കയറി നിൽക്കാമേ. അവിടെ ആകുമ്പോൾ തണുപ്പ് കിട്ടും. ഇവിടെ ആകുമ്പോൾ തണുപ്പ് കിട്ടും. യെസ്, അങ്ങനെ ഞാൻ തണുപ്പത്ത് വന്ന് പിള്ളേരെ ഒരു മരത്തിന് ചുവട്ടിൽ ഇങ്ങനെ നിൽക്കും. വാഹമരം. ആകപ്പൂമരം പൂക്കും വാനിലം പൂങ്കുരയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു ഒരു വണ്ടിക്കാരൻ എന്നെ നോക്കിക്കൊണ്ട് പോകും. അയാൾ വിചാരിക്കും പെണ്ണിന് വട്ടാണോ? എനിക്ക് വട്ടാണോ? ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നു. ബാഗൊക്കെ തൂക്കി പിടിച്ചോണ്ടാണ് പോകുന്നത്. അതിനകത്ത് വെള്ളമുണ്ട്. പിന്നെ രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഷോൾ എടുത്തിട്ടുണ്ട്, പുതയ്ക്കാൻ ഷോൾ എടുത്തിട്ടുണ്ട്. എന്നാലും എൻ്റെ ബസ് എന്നെ ഇങ്ങനെ പറ്റിച്ച് കളഞ്ഞില്ല. മഹാദേവ, എൻ്റെ ബസ്സേ, നീ എന്നെ എന്തിനാണ് ഇങ്ങനെ ചതിച്ചത്? എല്ലാവരും ഞാൻ എന്താ ചെയ്യുക? മൊബൈലിൽ പിടിച്ചോണ്ട് എന്തായിരിക്കും ചെയ്യുക എന്നെല്ലാവരും വിചാരിക്കട്ടല്ലേ. എനിക്ക് 2 ബസ് അതിന് മിസ്സായത്. 2 ബസ് കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ. ബസ്സിനൊരു 5 മിനിറ്റേ ഉള്ളൂ. ദൂരം ഒന്നുമില്ല, 5 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ടെൻഷനില്ല. പിന്നെ എന്നും പോലെ സമയം എനിക്കൊന്നും മഴയായ കാരണമേ ബസ്സൊക്കെ ലേറ്റായെന്ന് തോന്നുന്നു കേട്ടോ. മഴയായ കാരണം ബസ് ലേറ്റായെന്നാണ് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ മഴ കാരണം എനിക്കൊന്ന്
അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച കൂടെ അല്ലേ, അപ്പോൾ ഈ പള്ളിയിൽ പോകുന്നൊരു കാണില്ല, അപ്പോൾ റോഡൊക്കെ നല്ല ബ്ലോക്കായിരിക്കും. അന്നേരമേ ആൾക്കാർ നമാസ് നിസ്കരിക്കുന്ന സമയം റോഡിലൊക്കെ ഇരുന്നാണ് ഇവിടെ നിസ്കരിക്കുന്നത്. എത്ര പൊരിഞ്ഞ വെയിൽ തണലിൽ റോഡിൽ ഇരുന്ന് നിസ്കരിക്കും അവർ. അപ്പോൾ ആ സമയത്ത് ബസ്സൊന്നും വരത്തില്ല, ട്രാഫിക്കായിരിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ കണ്ട ബസ് പെട്ടെന്ന് വന്ന് 2 എണ്ണം, അല്ല ഇങ്ങനെ പെട്ടെന്ന് വരില്ല ബസ്. അങ്ങനെ ബസ് എന്നെ ചതിച്ചു കേട്ടോ. ചതിയൻ ദുബൈയിൽ ചതിയൻ ബസ്. അയ്യോ, അങ്ങനെ ഒരിക്കലും പറയരുത്, എൻ്റെ ചോറാണേ. എനിക്ക് നമ്മൾ കഴിക്കുന്ന അന്നത്തേക്ക് ആ ബസ്സിന് പോയി വന്നെങ്കിൽ മാത്രമല്ലേ നമുക്ക് ശമ്പളം കിട്ടി ഫുഡ് കഴിക്കാനുള്ള പൈസ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് ചോറ് മീൻസ് കള്ളൻ കേട്ടോ. ഹിന്ദിയിൽ ചോറെന്ന് പറഞ്ഞതാണ് കേട്ടോ. അല്ല, അതെനിക്ക് തരുന്ന എൻ്റെ അന്നമല്ലേ, ആ ബസ്സിന് പോയെങ്കിലല്ലേ എനിക്ക് അന്നം കിട്ടത്തുള്ളൂ എന്ന് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞ ചോറെന്ന് കേട്ടോ. പിന്നെ ഹിന്ദിയിൽ ചോറെന്ന് പറഞ്ഞാൽ കള്ളനെന്നാണ്. അയ്യോ, പിന്നെയും മഴ വരുന്നു. ഞാൻ കുട പോലും എടുത്തിട്ടില്ല. പിന്നെയും മഴ വരുന്നുണ്ട്. എന്താ ചെയ്യുക, കുട എടുക്കേണ്ടതായിരുന്നു. ഇനിയും തിരിച്ചു പോയി കുട എടുക്കാനായിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ മൂന്നാമത്തെ ബസ്സും കൂടെ പോകും. പിള്ളേരെ, മൂന്നാമത്തെ ബസ്സും കൂടെ പോകും. ഉറക്കം ശരിയായില്ല. ഇനി 2 ദിവസം ഡ്യൂട്ടിക്ക് പോകണം. 2 ദിവസം ഡ്യൂട്ടിക്ക് പോകണം. വേറെന്തൊക്കെയാണ് വിശേഷം? വേറെന്തെല്ലാമാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താ, ചൂടാണ് നാട്ടിലല്ലേ, ഭയങ്കര ചൂടാണ്. ഇവിടെ തണുപ്പാണ്. ഇനിയിപ്പം മഴ പെയ്തില്ലേ, ഭയങ്കര തണുപ്പ് തുടങ്ങും ഇവിടെ. അയ്യോ, ഓർക്കാൻ മേല. പിന്നെ ഇങ്ങനെയുണ്ട്, ബസ് ലേറ്റ് ആകാൻ ചില റോഡുകളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കും. അപ്പം ബസ് ഓടത്തില്ല. അങ്ങനെയുണ്ട് ഇവിടെ. മഴയായി കഴിഞ്ഞാലേ വെള്ളം ഇങ്ങനെ റോഡ് ഫുള്ളങ്ങ് മുങ്ങുവേ. അപ്പം പിന്നെ ബസ് ഓടില്ല. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അപ്പം മഴയ്ക്ക് പെയ്യാൻ കണ്ട സമയം, എൻ്റെ ബസ് ലേറ്റ് ആകാൻ കണ്ട സമയം, എല്ലാം നമുക്ക് പ്രശ്നങ്ങളാണ്. അబ్బേ, 2:13 ബസ് പോയി അല്ലേ. 2:13 പോയി, ഇപ്പോൾ 23. 10 മിനിറ്റായി ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇപ്പോൾ തുടങ്ങിയിട്ട്. 10 മിനിറ്റായി മക്കളെ. ഞാൻ ചുമയ്ക്കുന്നു. അപ്പോൾ നമ്മൾ എൻ്റെ മരമാണ് കണ്ടോ, ഞാൻ നിൽക്കുന്ന മരത്തിൻ്റെ ചുവടാണ് ഇത്. കണ്ടോ, ഞാൻ നിൽക്കുന്ന മരത്തിൻ്റെ ചുവട് കണ്ടോ. ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ സ്ഥലങ്ങളാണതൊക്കെ. വാഴച്ചെടി മരം പൂക്കും പൂങ്കുരയ്ക്കുള്ളിൽ തൊണ്ട പൊടി വണ്ടിയൊക്കെ പോകുമ്പോൾ പൊടി വരുന്നുണ്ടേ. അപ്പോൾ തൊണ്ടയ്ക്കോട്ട് പൊടി അടിക്കും. ബസ് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്നത്. എത്ര മണിക്ക് ബസ് വരുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഞാൻ ലേറ്റാകും പിള്ളേരെ. ശരി, അപ്പോൾ ശരി എന്നാൽ ടാറ്റ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ. ഓക്കെ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കയറി ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇടിച്ചു പൊട്ടിക്കുക. ബൈ.